കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി. നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടുകൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡ് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഇതിലെ സപ്പോർട്ട് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം കുറയ്ക്കാൻ പറ്റും. നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ 2 പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം 3 വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ മരിച്ച സ്ത്രീയുടെയൊക്കെ ആശുപത്രി പോകാനുള്ളതായിരുന്നു, അവരെ ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടി, അതായത് മരണപ്പെട്ട ലേഡി, അവരുടെ ഫാമിലിയുടെ എല്ലാവരും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു. യുവതിയും എതിർത്തിരുന്നു ആശുപത്രി കൊണ്ടുപോകുന്നതിന്. നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ, ഇവരെല്ലാവരും മൊഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ മുൻപും മറ്റെന്തെങ്കിലും കേസുകളും ഇല്ല, ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല, ആലപ്പുഴ സ്വദേശിയാണ്. ഇതിന് മുന്നേ ഉള്ള 2 പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ആലപ്പുഴയിൽ, എറണാകുളം ജില്ലയിലൊക്കെയാണ്. പിന്നെ അത് വളാഞ്ചേരി, മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് നാൾ താമസിക്കുന്നു. അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്താ പറയുക? അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ. അപ്പം ആ ഒരു ആംഗിളിൽ ഇവിടെ നിന്നുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായിരുന്നു. പ്രസവ സമയത്ത് മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു സഹായം? നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയും. കൊണ്ടുപോകാൻ നിരവധി പേര് ഉണ്ടായിരുന്നല്ലോ, അവരെക്കുറിച്ച് അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇറ്റ്സ് ടു ഏർലി ടു ഗിവ് എ കമൻറ്റ് ഓൺ ദാറ്റ്, ബിക്കോസ് നമുക്കതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ അതിലേക്ക്. ഇന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുണ്ടായി, കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവറിനെ പറയുണ്ടായി അത് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു, ഒരു വയോധിക മരിച്ചതാണെന്നെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ട് അത് കവർ ചെയ്യും. അത്തരത്തിലുള്ളവർക്കെല്ലാം അഗൻസ്റ്റുള്ള നടപടികൾ ലീഗൽ പ്രൊസീജിയർ. ഈ പ്രസവം നടക്കുന്ന എപ്പോഴാണ്, ഇതിൽ മരിക്കുന്ന എപ്പോഴാണ് ഈ ബോഡി കൊണ്ടുവന്നത്? 5-ാം തീയതി മൊഴികൾ പ്രകാരം 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ്, 6 മണിയോ മറ്റോണ സമയം പറയുന്നത്. ആ സമയത്തായിട്ടാണെന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത്. അതിനെ തുടർന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏർലി മോർണിംഗ് ആണ് ഈ ബോഡി പെരുമ്പാവൂർക്ക് കൊണ്ടുപോകാനുള്ള കാര്യം. രാത്രിയാണ് ഈ പ്രൊസീജിയർ. വീട്ടിലെ പ്രസവം നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളോ മറ്റു ആളുകളുടെ സംഘടനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നല്ലോ. പക്ഷേ ഈ കുറ്റസമ്മതം മൊഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രതി പറയുന്നത്. വിശദമായിട്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അതൊരു തീർച്ചയായിട്ടും
തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു പ്രൊപ്പഗാൻഡയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. യുവതിയുടെ വീട്ടുകാരെന്തെങ്കിലും പരാതിയുണ്ടോ? ഒരു പാരൻസ് അങ്ങനെ എന്തെങ്കിലും പരാതിയായിട്ടോ? നമ്മളിപ്പം ഫ്യൂണറിലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ, കുട്ടികളുടെ പാരൻസിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവർ കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഈ കാര്യം ഇങ്ങനെ വിളിച്ചിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് ഞങ്ങൾ കൃത്യമായിട്ട് വിളിച്ചതാണ്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന പേരിലുള്ള ചില സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ടു ഏർലി ടു കമന്റ് ഓൺ ദീസ് തിങ്സ്. ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടവരുള്ളവരും ഈ പ്രതിയും അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും. അതിന് നടപടികൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ. നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട്. ഇറ്റ് നീഡ്സ് ടു ബി വെരിഫൈഡ്. അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല. ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളത് നോക്കും. കുട്ടികളോട് തിരിച്ചു ഇല്ല, കുട്ടികളിൽ ഒരാൾ മാത്രമാണ് 14 വയസ്സുള്ള കുട്ടിയെന്ന് മനസ്സിലാകുന്നത്. ബാക്കിയുള്ള കുട്ടികളെല്ലാം കുട്ടികളാണ്. എല്ലാം വഴി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരുടെയും എടുക്കേണ്ടതുണ്ട്. കുട്ടികളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഒരാൾ പഠിക്കുന്ന കുട്ടി എന്തോ വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞു. നമ്മളുടെ അറിവ് പ്രകാരം കുഴപ്പങ്ങളില്ലെന്നുള്ളതാണ്. നീഡ്സ് ബി ചെക്ക്. അത് അവിടെ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പ്രതി മാത്രമാണുള്ളത്.